നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ മിഡ് ഡേ ന്യൂസിലേക്ക് സ്വാഗതം. കോട്ടയത്തെ പാലായിൽ നിന്നുള്ള 22 വയസ്സുകാരി നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ അനുഷ കേരളത്തിലെ വൻകിട സിന്തറ്റിക് മയക്കുമരുന്ന് കടത്ത് ശൃംഖലയിലെ ഇടനിലക്കാരിയായി പ്രവർത്തിച്ചതിന് അറസ്റ്റിലായി. കഴിഞ്ഞ 2 വർഷമായി ബാംഗ്ലൂരുവിൽ താമസിച്ചിരുന്ന അനുഷയെ തിരുവനന്തപുരം ഫോർട്ട് SHO ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അറസ്റ്റ് ചെയ്തത്. 32 ഗ്രാം MDMA-യുമായി മുട്ടത്തറ സ്വദേശിയായ ഗോപകുമാറിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് അനുഷയെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചത്. പശുക്കളെ പാർലമെന്റിൽ പ്രവേശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ശങ്കരാചാര്യസ്വാമി അവിമുക്തേശ്വരാനന്ദ സരസ്വതി രംഗത്ത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന വേളയിൽ ചെങ്കോലിൽ കൊത്തിയ പശുവിന്റെ പ്രതിമ ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. വെറും പ്രതിമയെ അല്ല, യഥാർത്ഥ പശുവിനെയാണ് പാർലമെന്റിലേക്ക് കൊണ്ടുവരേണ്ടതെന്നും അതിന് കാലതാമസം ഉണ്ടായാൽ താൻ പശുക്കളുമായി പാർലമെന്റിലേക്ക് എത്തുമെന്നും സ്വാമി പറഞ്ഞു. ബാംഗ്ലൂരുവിലെ കെങ്കേരയിലുള്ള ഒരു മാളിൽ വെച്ച് ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയ സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രസൻ അറസ്റ്റിലായി. സമീപത്ത് കട നടത്തുന്ന സ്ത്രീയും സെക്യൂരിറ്റി ജീവനക്കാരനും തമ്മിലുണ്ടായ തർക്കമാണ് സംഭവത്തിന് കാരണം. തർക്കത്തിനിടയിൽ ഇയാൾ സ്ത്രീയുടെ മുൻപിൽ വെച്ച് പാൻസിന്റെ സിബ് അഴിക്കുകയും പിന്നീട് അവരെ മർദ്ദിക്കുകയും ചെയ്തു. ഇയാൾ നേരത്തെയും മോശമായി പെരുമാറിയതായി സ്ത്രീ ആരോപിച്ചു. മാളിലെ മറ്റു വനിതാ സന്ദർശകരോടും ഇയാൾ മോശമായി പെരുമാറിയതായി പരാതിയിൽ പറയുന്നു. റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ആണവ കരാറിൽ നിന്ന് റഷ്യ പിന്മാറി. 1987 ഒപ്പുവെച്ച ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സസ് ഉടമ്പടിയിൽ നിന്നാണ് റഷ്യ പിന്മാറിയത്. ഉക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ US സമ്മർദ്ദം ശക്തമാക്കിയതും റഷ്യക്ക് സമീപം ആണവ അന്തർവാഹിനികൾ വിന്യസിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടതുമാണ് ഈ തീരുമാനത്തിന് കാരണമായത്. തിരുവനന്തപുരം അങ്കമാലി റൂട്ടിലോടുന്ന KSRTC സ്വിഫ്റ്റ് ബസ് കോതമംഗലത്തെ വിദ്യാർത്ഥിയുടെ ദേഹത്ത് ചെളിവെള്ളം തെറിപ്പിച്ച സംഭവത്തിൽ ഡ്രൈവർക്കെതിരെ വിദ്യാർത്ഥിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകും. ചെളി തെറിച്ചതുകൊണ്ട് വിദ്യാർത്ഥിയുടെ വസ്ത്രങ്ങളിൽ ചെളി പുരണ്ടതിനാൽ കോളേജിലേക്കുള്ള യാത്ര മുടങ്ങി. ഇതിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥി ബസ്സിനെ പിന്തുടർന്ന് മുന്നിൽ കയറി നിന്നപ്പോൾ ഡ്രൈവർ വാഹനം മുന്നോട്ടെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരികളായ വിനീത, രാധാകുമാരി, ദിവ്യ എന്നിവർ ചേർന്ന് QR കോഡ് വഴി 69 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ വിനീതയും രാധാകുമാരിയും കുറ്റം സമ്മതിച്ചു. ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ ഇതുവരെ 40 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് കണ്ടെത്തിയിരിക്കുന്നത്. തട്ടിയെടുത്ത പണം ഇവർ സ്വർണം വാങ്ങാൻ ഉപയോഗിച്ചതായും പോലീസ് കണ്ടെത്തി. കോഴിക്കോട് സ്വകാര്യ ബസ്സുകൾ തമ്മിലുള്ള മത്സരയോട്ടത്തിനിടെ ഒരു വിദ്യാർത്ഥി ഉൾപ്പെടെ 20 പേർക്ക് പരിക്കേറ്റു. കൊയിലാണ്ടിയിലായി നിന്ന് വടകരയിലേക്ക് പോവുകയായിരുന്ന 2 ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത്. ബസ് സ്റ്റോപ്പിൽ ഒരു ബസ് നിർത്തിയപ്പോൾ പിന്നാലെ വന്ന മറ്റു ബസ് അമിത വേഗത്തിൽ വന്ന് ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ വടകരയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിയെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. സംസ്ഥാന സ്കൂൾ കലോത്സവം 2026 ജനുവരി 7 മുതൽ 11 വരെ തൃശൂരിൽ വെച്ച് നടക്കും. 25 വേദികളിലായി നടക്കുന്ന ഈ മത്സരങ്ങളിൽ സംസ്കൃതോത്സവവും അറബിക് സാഹിത്യോത്സവവും ഉൾപ്പെടും. കലോത്സവത്തിന് മുന്നോടിയായി സ്കൂൾ തല മത്സരങ്ങൾ സെപ്റ്റംബറിലും സബ് ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബറിലും ജില്ലാതല മത്സരങ്ങൾ നവംബറിലും പൂർത്തിയാക്കും. സംസ്ഥാന സ്കൂൾ കായിക മത്സരങ്ങൾ 2025 ഒക്ടോബർ 22 മുതൽ 27 വരെ തിരുവനന്തപുരത്താണ് നടക്കുക. കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.